ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ചാപ്റ്ററായ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ്. അതിൻ്റെ 4ാം ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഇതിലാദ്യം പറയാൻ പോകുന്നത് ഇലക്ട്രിക്കൽ കപ്പാസിറ്റൻസിനെ കുറിച്ചാണ്. ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത് ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനമാണ്. അപ്പോൾ ചാർജിനെ സ്റ്റോർ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എത്ര ചാർജിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും? എല്ലാത്തിൻ്റെ ഒരു പരിധിയിലേ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചാർജസിനെ മാത്രമേ അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇത്ര അതിൻ്റെ കപ്പാസിറ്റി, ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി പറയുന്ന പേരാണ് അതിൻ്റെ കപ്പാസിറ്റൻസ്, വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഇലക്ട്രിക്കൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ഒരു ഇതിൽ പറയാൻ പോകുന്നത്. നോക്കൂ, ഇഫ് എ ചാർജ് ക്യൂ ഈസ് ഗിവൺ ടു ദ കണ്ടക്ടർ, ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യും. അത് ഇപ്പോൾ ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. ഇപ്പോൾ അതിന് ഞാൻ ക്യൂ ചാർജ് കൊടുത്തു. ക്യൂ ചാർജ് കൊടുത്തതിന് ശേഷം അതിൻ്റെ പൊട്ടൻഷ്യൽ മെഷർ ചെയ്തപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ കൂടിയിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, നമ്മൾ കൊടുക്കുന്ന ചാർജും അതിൻ്റെ പൊട്ടൻഷ്യലും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ക്യൂ പ്രൊപ്പോർഷണൽ ടു വി. ഓക്കെ, ഇഫ് ദർ ഈസ് എ പ്രൊപ്പോർഷണാലിറ്റി, ഓഫ് കോഴ്സ് ദർ ഈസ് എ കോൺസ്റ്റൻറ്റ്. Therefore, Q is equal to CV, where C is a constant called capacitance of the conductor. Therefore, ഈ equation C is equal to Q by V. സോ നമുക്ക് കപ്പാസിറ്റൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. കപ്പാസിറ്റൻസ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് റേഷ്യോ ഓഫ് ചാർജ് ഗിവൺ ടു ദ കണ്ടക്ടർ ടു ദ റൈസ് ഇൻ ഇറ്റ്സ് പൊട്ടൻഷ്യൽ. ഒരു കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യൽ റൈസ് ചെയ്യാൻ കൊടുക്കുന്ന ചാർജ് എത്രയാണോ അതാണ് എത്ര അതിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഈ ഗിവൺ ഇക്വേഷനിലെ സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി എന്ന് പറയുന്ന ഈ ഇക്വേഷനിലെ വിയുടെ വാല്യൂ 1 വോൾട്ടാണ് വിചാരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായി മാറി? സി ഈസ് ഈക്വൽ ടു ക്യൂ എന്നായി മാറി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റൻസ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ചാർജ് റിക്വയർഡ് ടു റൈസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ത്രൂ 1 വോൾട്ട്. അപ്പോൾ സി ഈസ് ഈക്വൽ ടു ക്യൂ എന്ന് പറയുമ്പോൾ കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു ചാർജ് എപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ 1 വോൾട്ടായിട്ട് റൈസ് ചെയ്യുമ്പോൾ. ഓക്കെ, എസ് എ യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഫാരഡ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന സിമ്പൽ കൊണ്ട്. വാട്ട് ഈസ് ദ സിമ്പൽ ഓഫ് കപ്പാസിറ്റർ? ഇവിടെ കൊടുത്തിട്ടുണ്ട് 2 പാരലൽ ലൈൻസ്. ഇത് ബാറ്ററിക്ക് കൊടുക്കുന്ന 2 വരകളാണ് ഈ പാരലൽ ലൈൻസ് പറയുന്നത്. ഇതാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. 2 പാരലൽ പ്ലേറ്റുകളാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇലക്ട്രിക്കൽ കപ്പാസിറ്റൻസ് പറയുന്നത്. അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. 1 ഫാരഡ്. നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എന്താ? സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. ഈ ഇക്വേഷനിൽ ക്യൂയുടെ വാല്യൂ ഇതാ. ഇവിടെ ക്യൂ എന്ന് പറയുന്നത് 1 കൂളമ്പ്. ക്യൂ എന്ന് പറയുന്നത് ചാർജ് ആണല്ലോ, യൂണിറ്റ് പറയൂ കൂളം. ഇത് 1 കൂളമ്പും വി ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഈ ഇക്വേഷൻ സി ഈസ് ഈക്വൽ ടു 1 ബൈ വി എന്നായി മാറി. 1 ബൈ 1 എന്നായി മാറി. സി ഈസ് ഈക്വൽ ടു 1 ബൈ 1 എന്നായി മാറി. അപ്പോൾ സിയുടെ കാര്യത്തിൽ വരും 1 ബൈ 1 എത്രയാണ്? 1. അതുകൊണ്ട് കൊടുത്തേക്കണേ 1 ഫാരഡ് ഈസ് ഈക്വൽ ടു 1 കൂളമ്പ് ബൈ 1 വോൾട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ 1 ഫാരഡ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. എ കണ്ടക്ടർ ഈസ് സെഡ് ടു ഹാവ് എ കപ്പാസിറ്റൻസ് ഓഫ് 1 ഫാരഡ് എപ്പോൾ വെൻ എ ചാർജ് ഓഫ് 1 കൂളമ്പ് റൈസസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ബൈ 1 വോൾട്ട്. ഉദാഹരണത്തിന് ഒരു കണ്ടക്ടറാന്ന് വിചാരിച്ചോളൂ. ആ കണ്ടക്ടറിന് ഇപ്പോൾ നോർമൽ കണ്ടീഷനിൽ ഇരിക്കുകയാണ്, നമ്മൾ ചാർജ് ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ 0 വോൾട്ടാന്ന് വിചാരിക്കും. 0 വോൾട്ട്. ഇങ്ങനെ ഇരിക്കലേ ഞാനതിന് 1 കൂളമ്പ് ചാർജ് അങ്ങോട്ട് കൊടുത്തു. ഈ കണ്ടക്ടറിന് 1 കൂളമ്പ് ചാർജ് കൊടുത്തു. ഈ 1 കൂളമ്പ് ചാർജ് കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ പൊട്ടൻഷ്യൽ വീണ്ടും മെഷർ ചെയ്തു. ഇപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ 0ൽ നിന്ന് 1 വോൾട്ടായി വിചാരിക്കും. എങ്കിൽ ആ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 1 ഫാരഡാണ്. അതായത് 1 കൂളമ്പ് ചാർജ് കൊടുക്കുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ 1 വോൾട്ട് കണ്ട് ഉയർന്നാൽ ആ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റി 1 ഫാരഡാണ്. ഒന്നുകൂടെ വായിക്കാം. A conductor is said to have a capacitance of 1 farad when a charge of 1 coulomb raises its potential by 1 volt. ഇതാണ് 1 ഫാരഡിൻ്റെ ഡെഫിനേഷൻ. ക്ലിയർ ആയി വിചാരിച്ചു. അടുത്തത് കപ്പാസിറ്റൻസ് ഓഫ് എ സ്പെറിക്കൽ കണ്ടക്ടർ. ഒരു സ്പെറിക്കൽ കണ്ടക്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ അല്ലേ? അതിൻ്റെ മധ്യഭാഗമാണ് O എന്ന് പറയുന്നത്. അതിന് ഞാൻ ക്യൂ ചാർജ് കൊടുത്തിട്ടുണ്ട്. ക്യൂ മീൻസ് ഒരു ചാർജ് അല്ല, ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ആണ്. ഓൾ ദീസ് ക്വാണ്ടിറ്റി ഓഫ് ചാർജസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ ദ സർഫസ് ഓഫ് ദ സ്പിയർ. ഈ കാണുന്നത് ഈ പോസിറ്റീവ്, ഈ ചുവന്ന നിറത്തിൽ കാണുന്നതെല്ലാം പോസിറ്റീവ് ചാർജസ് ഈക്വൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് സർഫസിലാണ് സൂക്ഷിക്കുന്നത്. നമ്മൾ ഉൾഭാഗത്ത് കൊടുത്താലും സ്പിയർ അതിൻ്റെ എല്ലാ ചാർജിനും പുറമെയാണ് സൂക്ഷിക്കുന്നത്. അത്രയും മനസ്സിലായി വിചാരിക്കണം. കൺസിഡർ എ സ്പെറിക്കൽ കണ്ടക്ടർ വിത്ത് സെൻറ്റർ O ആൻഡ് റേഡിയസ് R ഹാവിങ് ചാർജ് Q. അത്രയും മനസ്സിലായല്ലോ.
പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഓൺ ദ സർഫസ് ഓഫ് സ്പെറിക്കൽ കണ്ടക്ടർ നമ്മൾ മുൻപേ പറഞ്ഞിരുന്നു. അതിൻ്റെ ഫോർമുല വി സി ഇക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ ആർ ആണ്. ക്ലിയർ? നേരത്തെ പറഞ്ഞ ഇക്വേഷൻ സി സി ഇക്വൽ ടു Q ബൈ വി ആണ്. അപ്പോൾ Q ഡിവൈഡഡ് ബൈ വിക്ക് പകരം ഈ ഫോർമുല കൊടുത്തു 1/4πε0 Q ബൈ ആർ. ക്യൂവും ക്യൂവും വെട്ടിപ്പോയി. ബാക്കിയുള്ളത് സി സി ഈക്വൽ ടു 4πε0 ആർ. എന്ന് വെച്ചാൽ ഒരു സ്പെറിക്കൽ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് റേഡിയസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റേഡിയസ് കൂടുതലുള്ള സ്പിയർ ആണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി കൂടുതലായിരിക്കും. റേഡിയസ് കുറവുള്ള ഒരു സ്പിയർ ആണെങ്കിലും അതിൻ്റെ കപ്പാസിറ്റൻസ് കുറവായിരിക്കും. ഇതാണ് ഫോർമുല. 4πε0 നമുക്കറിയാലോ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ സി പ്രപ്പോർഷണൽ ടു ആർ ആണെന്ന് അർത്ഥം. ഒരു സ്പെറിക്കൽ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് റേഡിയസ്. ഓക്കെ. എർത്ത്, നമ്മുടെ ഭൂമി, ഒരു വളരെ വലിയൊരു സ്പിയറാണ്. ആ സ്പിയർ അതിൻ്റെ കപ്പാസിറ്റൻസ് എത്രയാണ്? ഞാനിവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കപ്പാസിറ്റൻസ് ഓഫ് എർത്ത് ഈസ് ഈക്വൽ ടു, എർത്തിൻ്റെ റേഡിയസ് 6.4 × 10⁴ കിലോമീറ്റർ ആണ് നമുക്കറിയാലോ. ആറിൻ്റെ സ്ഥാനത്ത് ആ വാല്യൂ കൊടുക്കുക. അപ്പോൾ സിയുടെ വാല്യൂ കിട്ടും. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എർത്തിൻ്റെ കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു 0.711 മൈക്രോ ഫാരഡാണ്. എർത്ത് എത്രയോ വലിയ സ്പിയർ ആണല്ലേ. ഈ സ്പിയറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് മൈക്രോ ഫാരഡിൻ്റെ ഓർഡറിലാണ് അത്രേ. നമ്മുടെ കാഴ്ചപ്പാടിലുള്ള ഏറ്റവും വലിയ കപ്പാസിറ്റർ എന്ന് പറയുന്നത് എർത്താണ്. എർത്തിൻ്റെ കപ്പാസിറ്റർ പോലും മൈക്രോ ഫാരഡ്, അതായത് 10⁻⁻⁶ ഓർഡറിലാണ് ഇപ്പോൾ എടുക്കുന്നത്. 10⁻⁻�6 ഫാരഡാണ് മൈക്രോ ഫാരഡ് എന്ന് പറയുന്നത് നമുക്കറിയാലോ. അത്രയും ചെറുതാണ് എർത്തിൻ്റെ പോലും കപ്പാസിറ്റർ. ഇപ്പോൾ നമ്മൾ കാണുന്ന, ഞാൻ നേരത്തെ ഇവിടെ കപ്പാസിറ്റർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ തരാം. ഇതൊരു കപ്പാസിറ്ററാണ്. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഫാനിൻ്റെ ഉള്ള ഭാഗത്ത് കപ്പാസിറ്റർ ഉണ്ട്. അതൊക്കെ സാധാരണ നാനോ ഫാരഡ് ആയിരിക്കും എന്നർത്ഥം. അത്രയും ചെറിയ കപ്പാസിറ്റൻസേ അതിനുള്ളൂ. ക്ലിയർ? അടുത്ത പോയിന്റിലേക്ക് പോകുന്നു. എന്താണ് കപ്പാസിറ്റർ? കൺസിഡർ എ മെറ്റൽ പ്ലേറ്റ് എ ഹാവിങ് പോസിറ്റീവ് ചാർജസ് സച്ച് ദാറ്റ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഈസ് മാക്സിമം. ഇവിടെ നോക്കൂ, എ എന്ന് പറയുന്ന ഒരു മെറ്റൽ പ്ലേറ്റ്. ഈ തൽക്കാലം ഈ പാർട്ട് ഇല്ല എന്ന് വിചാരിച്ചോളൂ കേട്ടോ. ബി എന്ന് പറയുന്ന പാർട്ട് ഇല്ല എന്ന് വിചാരിച്ചോളൂ. എ എന്ന് പറയുന്ന ഒരു മെറ്റൽ പ്ലേറ്റ് ആണത്. ഇതിന് ഞാൻ ചാർജുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ചാർജ് കൊടുത്തു, 2 ചാർജ് കൊടുത്തു, 3 കൊടുത്തു, അങ്ങനെ മാക്സിമം ചാർജ് കൊടുത്തു. ഇനി ഇതിലേക്ക് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഈ പോസിറ്റീവ് ചാർജിൻ്റെ റിപ്പൾസീവ് ഫോഴ്സ് കാരണം കൊണ്ട് നമ്മൾ കൊടുക്കുന്ന ചാർജിനെ റിപ്പൽ ചെയ്യും. അപ്പോൾ ഇതുമായി സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ചാർജിന് ഒരു പരിധിയുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ, ഒന്നുകൂടെ വായിക്കാം. കൺസിഡർ എ മെറ്റൽ പ്ലേറ്റ് എ ഹാവിങ് പോസിറ്റീവ് ചാർജസ് സച്ച് ദാറ്റ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഈസ് മാക്സിമം പൊട്ടൻഷ്യലായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ എ നിൽക്കുന്നത്. ഇങ്ങനെ ഇരിക്കില്ലേ, അനദർ മെറ്റൽ പ്ലേറ്റ് ബി നമ്മൾ കൊണ്ടുവന്നു. നോക്കൂ, ഇതാണ് നമ്മൾ കൊണ്ടുവന്ന മെറ്റൽ പ്ലേറ്റ്. ബി എന്ന് പറയുന്ന മെറ്റൽ പ്ലേറ്റ് കൊണ്ടുവന്നു. ഇനിയാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. ഇതൊരു മെറ്റൽ പ്ലേറ്റ്, ഇത് ചാർജ്ഡ് മെറ്റൽ പ്ലേറ്റ് ആണ്. ഇത് അൺചാർജ്ഡ് മെറ്റൽ പ്ലേറ്റ് ആണ്. ഇവിടെ തൽക്കാലമുള്ള നെഗറ്റീവ് ചാർജും ഇവിടെയുള്ള പോസിറ്റീവ് ചാർജും ഇല്ല എന്ന് അസ്യൂം ചെയ്യൂ. ഇതൊരു അൺചാർജ്ഡ് കണ്ടക്ടറാണ്. എന്ന് വെച്ചാൽ ഒരു ന്യൂട്രലാണ്. അതിനുള്ള നെഗറ്റീവ് പോസിറ്റീവ് ചാർജിൻ്റെ എണ്ണം ഈക്വലാണ്. സോ ബി എന്ന് പറയുന്നത് ഒരു അൺചാർജ്ഡ് ഓർ ന്യൂട്രൽ മെറ്റൽ പ്ലേറ്റ് ആണെന്നർത്ഥം. പക്ഷേ ഈ ചാർജ്ഡ് മെറ്റൽ പ്ലേറ്റ് എയുടെ പ്രസൻസ് കാരണം കൊണ്ട് ഈ ബി എന്ന് പറയുന്ന മെറ്റൽ പ്ലേറ്റിൻ്റെ നിയർ സൈഡിലെ ഇവിടെ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്ര നെഗറ്റീവ് ചാർജ് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യും. ചാർജിങ് ബൈ ഇൻഡക്ഷൻ, ഫസ്റ്റ് ചാപ്റ്ററിൽ ചാർജിങ് ബൈ ഇൻഡക്ഷൻ ഓർക്കുക. അപ്പോൾ ഈക്വൽ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജസ് ആർ ഇൻഡ്യൂസ്ഡ് ഓൺ ദ നിയറർ സൈഡ് ഓഫ് ദ മെറ്റൽ പ്ലേറ്റ് ബി ഡ്യൂ ടു ദ ചാർജ്ഡ് കണ്ടക്ടർ എ. ക്ലിയർ? ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നാലേ മെറ്റൽ പ്ലേറ്റിൻ്റെ ഫർദർ സൈഡ്, അതായത് ഈ സൈഡിന് പറയുന്ന പേര് ഫർദർ സൈഡ്, എയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് നിയറർ സൈഡും എയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ ഭാഗം, ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗം ഫർദർ സൈഡുമാണ്. അപ്പോൾ ഇവിടെ 10 നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഇവിടെ 10 പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യുന്ന അർത്ഥം. അപ്പോൾ മെറ്റൽ പ്ലേറ്റ് എമേ 10 പോസിറ്റീവ് ചാർജാണെന്ന് വിചാരിക്കൂ. മെറ്റൽ പ്ലേറ്റ് ബിയുടെ നിയറർ സൈഡിൽ 10 നെഗറ്റീവ് ചാർജ്, ഫർദർ സൈഡിൽ 10 പോസിറ്റീവ് ചാർജ്. ഒന്നുകൂടെ വായിക്കാം. കൺസിഡർ എ മെറ്റൽ പ്ലേറ്റ് എ ഹാവിങ് പോസിറ്റീവ് ചാർജസ് സച്ച് ദാറ്റ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഈസ് മാക്സിമം. ഓക്കെ. കൺസിഡർ അനദർ മെറ്റൽ പ്ലേറ്റ് ബി നിയർ ദ പ്ലേറ്റ് എ. Due to the induction, negative charges will be induced on the nearer face of B and equal positive charges develops on the farther face of B. So, the potential of plate A gets lowered, hence some more charges can be given to A to raise its potential. നോക്കൂ, ഇവിടെ നെഗറ്റീവ് ചാർജ് വന്ന കാരണം കൊണ്ടേ
ഇവിടെയുള്ള പോസിറ്റീവ് ചാർജ് ഇവിടെ നെഗറ്റീവ് ചാർജും അൺലൈക്ക് ചാർജസ് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്തു. ഇവിടെ ഓപ്പോസിറ്റ് ചാർജ് ഫോം ചെയ്ത കാരണം കൊണ്ട് ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഇപ്പം ഈ ബി എന്ന് പറയുന്ന അൺചാർജ്ഡ് കണ്ടക്ടർ കൊണ്ടുവരുന്നതിന് മുൻപ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ മാക്സിമം ആയിരുന്നു. പക്ഷേ ബി എന്ന് പറയുന്ന അൺചാർജ്ഡ് കണ്ടക്ടർ കൊണ്ടുവന്നതിന് ശേഷം ഇൻഡക്ഷൻ മുഖേന ഇവിടെ ചാർജിൽ ഇൻഡ്യൂസ് ചെയ്തു, ഇവിടെ പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്തു. അത് മുഖേന ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്തു. ഒന്നുകൂടെ നോക്കാം. ഇവിടെ ഈ ഫേസ് തെറ്റാണ്, FASE എന്ന് തന്നെ വായിച്ചേക്കണം. ഇവിടുത്തെ സ്പെല്ലിംഗ് കറക്റ്റാണ് കേട്ടോ. ഫേസ് ഇവിടെ ഫേസ് വേണ്ട കാര്യം തെറ്റി പ്രിൻ്റ് ചെയ്തതാണ്, സോറി. So the potential of plate A gets lowered. Hence, some more charges can be given to raise its potential. എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഈ ബി കൊണ്ടുവരുന്നതിന് മുൻപ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ മാക്സിമം ആയിരുന്നു. ഒരു പോസിറ്റീവ് ചാർജിന് കൊടുത്താൽ അതിന് റിപ്പൽ ചെയ്യുമായിരുന്നു. പക്ഷേ ബി കൊണ്ടുവന്നതിന് ശേഷം സിറ്റുവേഷൻ മാറി. ഇനി നമുക്ക് എയിലേക്ക് നമ്മൾ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ മെറ്റൽ പ്ലേറ്റ് എ വീണ്ടും അതിനെ റിസീവ് ചെയ്യും, അതിനെ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ചു? ബിയുടെ പ്രസൻസ് കാരണം കൊണ്ട് എയുടെ പൊട്ടൻഷ്യൽ സ്റ്റിൽ ഇൻക്രീസസ്. ഓക്കെ, ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ദിസ് ഇംപ്ലൈസ് ദാറ്റ് capacitance of conductor A is increased by a small amount by bringing another uncharged conductor B nearer to A. This is the principle of a capacitor. So what is the principle of a capacitor? Capacitance of a conductor can be increased by the presence of an uncharged conductor. ഇത്രയും പറഞ്ഞാൽ മതി. ഒന്നുകൂടെ, capacitance of a conductor can be increased by the presence of an uncharged conductor. This is the principle of a capacitor. Okay, കണ്ടിന്യൂ ചെയ്യാം. നോക്കൂ, കണക്ട് ദ മെറ്റൽ പ്ലേറ്റ് ബി ടു ദ എർത്ത്. ഇതാ ഇവിടെ ഒരു വയർ മുഖേന ഭൂമിയിലേക്ക് കണക്ഷൻ കൊടുത്തു വെച്ചു. ഭൂമിയിലേക്ക് കണക്ഷൻ കൊടുത്തു വെച്ചു. ദ പോസിറ്റീവ് ചാർജ് ഓൺ ദ പ്ലേറ്റ് ബി ഫ്ലോസ് ടു എർത്ത്. ഇവിടെയുള്ള പോസിറ്റീവ് ചാർജ് മുഴുവനും എർത്തിലേക്ക് ഒഴുകിപ്പോയി. ബട്ട് നെഗറ്റീവ് ചാർജ് വിൽ സ്റ്റേ ഓൺ ഇറ്റ്. നെഗറ്റീവ് ചാർജ് ഇവിടെ ഇപ്പോഴും അവശേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്യൂ ടു ദിസ് നെഗറ്റീവ് ചാർജ് ഓൺ പ്ലേറ്റ് ബി, പൊട്ടൻഷ്യൽ ഓഫ് എ ഈസ് ഫർദർ റെഡ്യൂസ്ഡ്. ഇതിൻ്റെ പൊട്ടൻഷ്യൽ പിന്നെ റെഡ്യൂസ് ചെയ്തു. ഇപ്പം എന്ത് സംഭവിച്ചു? വീണ്ടും നമുക്ക് എ എന്ന് പറയുന്നത് ഇതിലേക്ക് വീണ്ടും ചാർജിന്, നേരത്തെ നമുക്ക് 10 ആയിരുന്നു, ഇപ്പം നമ്മൾ വീണ്ടും 10 കൂടി കൊടുത്താലും 20ഓളം ചാർജ് ഇതുമ്പോൾ വീണ്ടും സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. Therefore, large amount of charge can be given to A to raise its potential maximum. എപ്പോൾ ബി എന്ന് പറയുന്ന ഒരു എർത്തഡ് കണ്ടക്ടറിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട്. Such an arrangement of two conductors, ഏതാ two conductors? മെറ്റൽ പ്ലേറ്റ് എ, മെറ്റൽ പ്ലേറ്റ് ബി, സെപ്പറേറ്റഡ് ബൈ എ ഡൈഇലക്ട്രിക് മീഡിയം. ഡൈഇലക്ട്രിക് മീഡിയം എന്ന് പറയുന്നത് ഇതിനിടയ്ക്കുള്ള നമ്മൾ വായു കൊണ്ടാണ് നിറച്ചേക്കണേ. അപ്പോൾ ഇവിടുത്തെ മീഡിയം എന്ന് പറയുന്നത് എയറാണ്. കളിമണ്ണ് കൊണ്ട് നിറച്ചാൽ നമ്മൾ പറയും ഡൈഇലക്ട്രിക് മീഡിയം ആണെന്ന്. വുഡ് കൊണ്ട് നിറയ്ക്കാം, അത് ഡൈഇലക്ട്രിക് മീഡിയം ആണ്. അങ്ങനെ രണ്ട് മെറ്റൽ പ്ലേറ്റ്, സച്ച് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ടു കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ എ ഇൻസുലേറ്റിംഗ് മീഡിയം അഥവാ ഡൈഇലക്ട്രിക് മീഡിയം ഈസ് കോൾഡ് എ കപ്പാസിറ്റർ. ഇതിനാണ് നമ്മൾ കപ്പാസിറ്റർ എന്ന് പറയാം. ക്ലിയർ ആയല്ലോ അല്ലേ? അടുത്ത പോയിന്റ്, പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ. രണ്ട് പ്ലേറ്റ് ഓൾറെഡി പാരലാണ്. മെറ്റൽ പ്ലേറ്റ് എയും മെറ്റൽ പ്ലേറ്റ് ബിയും പാരലാണ്. അത്തരം കപ്പാസിറ്ററിനെ പറയുന്ന പേരാണ് പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇവിടെ ഒരു ഒന്നാമത്തെ മെറ്റൽ പ്ലേറ്റ്, രണ്ടാമത്തെ മെറ്റൽ പ്ലേറ്റ്, ഇത് പോസിറ്റീവ് ചാർജ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജുകൾ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ സെക്കൻഡ് മെറ്റൽ പ്ലേറ്റിൻ്റെ, അതായത് ബി എന്ന് പറയുന്ന മെറ്റൽ പ്ലേറ്റിൻ്റെ ഫർദർ സൈഡ് നമ്മൾ എർത്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ കൺസിസ്റ്റസ് ഓഫ് ടു ലാർജ് പാരലൽ കണ്ടക്ടിങ് പ്ലേറ്റ്സ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ഡി. രണ്ട് പ്ലേറ്റും സ്മോൾ ഡിസ്റ്റൻസ് ഡി കൊണ്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ടു പ്ലേറ്റ്സ് E is equal to V by D or V is equal to into D, where V is the potential difference between the two parallel plates of capacitor. രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് V എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് സിഗ്മ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, സർഫസ് ചാർജ് ഡെൻസിറ്റി ഓഫ് ദ പ്ലേറ്റ്. നമ്മൾ സർഫസ് ചാർജ് ഡെൻസിറ്റി ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഗോസസ് തിയറൊക്കെ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞത് പ്രത്യേകം ഓർക്കുക. സിഗ്മ ഇസ് ദ സർഫസ് ചാർജ്, അതായത് ചാർജ് പെർ യൂണിറ്റ് ഏരിയ പറയുന്ന പേരാണ് സിഗ്മ, സർഫസ് ചാർജ് ഡെൻസിറ്റി. അപ്പോൾ ഒരു യൂണിറ്റ് ഏരിയയിൽ സിഗ്മ ചാർജ് ഉണ്ടെങ്കിൽ ദെൻ ഇലക്ട്രിക് ഫീൽഡ് E is equal to സിഗ്മ ബൈ എപ്സിലോൺ 0. നമ്മൾ ഗോസസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ പറഞ്ഞപ്പോൾ മൂന്നാമത്തെ ആപ്ലിക്കേഷനായിട്ട് പറഞ്ഞ ഭാഗമാണിത്. ഒരു ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് മുഖേന ഉണ്ടാക്കപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് E is equal to സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്. ഇവിടെ രണ്ട് പ്ലേറ്റ് ഉള്ളത് കൊണ്ട് ആ സിഗ്മ ബൈ 2 എപ്സിലോൺ 0 രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ രണ്ട് ക്യാൻസൽ ആയി പോയി. ദെർഫോർ E is equal to സിഗ്മ ബൈ എപ്സിലോൺ 0. ക്ലിയർ ആയി വിചാരിക്കുന്നു. V is equal to E into D ആണ്. ഇതാ V is equal to E into D. ഇക്ക് പകരം സിഗ്മ ബൈ എപ്സിലോൺ 0 കൊടുത്തു. അപ്പോൾ സിഗ്മ D ബൈ എപ്സിലോൺ 0. ക്ലിയർ?
പക്ഷേ സിഗ്മ എന്ന് പറയുന്നത് ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ ഏരിയ ആണ്. കാരണം സിഗ്മയുടെ പേരെന്താ, സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. അത് ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അപ്പോൾ അത് അങ്ങനെ എടുത്തു. ഓക്കെ, അത് നമ്മൾ അടുത്തതിൽ കൊടുത്തു. സിഗ്മയ്ക്ക് പകരം നമ്മൾ ആ വാല്യൂ കൊടുത്തു. തൊട്ട് മുൻപത്തെ ഇക്വേഷനിൽ ഈ സിഗ്മയ്ക്ക് പകരം ക്യൂ ബൈ എ കൊടുത്തു. അപ്പോൾ ഇവിടെ മുകൾ ഭാഗത്ത് ന്യൂമറേറ്ററിൽ നമ്മൾ എന്ത് വന്നു, ക്യൂ ഡി എന്നും ഡിനോമിനേറ്ററിൽ എന്ത് വന്നു, ഡിനോമിനേറ്ററിൽ എപ്സിലോൺ സീറോയുടെ കൂടെ എ എന്ന് പറയുന്ന ടേം കൂടെ വന്നു. ഇവിടെ എഴുതിയേക്കുള്ളൂ ഞാൻ. ഓക്കെ, പക്ഷേ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ക്യൂ ബൈ വി ആണ്. അപ്പോൾ ക്യൂ ബൈ വി ഈസ് ഈക്വൾ ടു, ഈ ക്യൂ അങ്ങനെ എടുത്ത് എഴുതി, വിക്ക് പകരം ഈ ഫോർമുല കൊടുത്തു, ക്യൂ ഡി ഡിവൈഡഡ് ബൈ എ എപ്സിലോൺ സീറോ. ഈ ക്യൂവും വെട്ടിപ്പോയി, ബാക്കിയുള്ളത് എപ്സിലോൺ സീറോ എ ബൈ ഡി. ഇതാണ് ഒരു പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഫോർമുല. സി ഈസ് ഈക്വൾ ടു എപ്സിലോൺ സീറോ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. എ എന്ന് പറയുന്നത് ഒരു മെറ്റൽ പ്ലേറ്റിൻ്റെ ഏരിയ, ഡി എന്ന് പറയുന്നത് രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇത് വായു കൊണ്ട് രണ്ട് പ്ലേറ്റ് ആയും, മെറ്റൽ പ്ലേറ്റ് ആയും മെറ്റൽ പ്ലേറ്റ് ബിയും വായു കൊണ്ട് വേർതിരിക്കപ്പെട്ടിട്ടാണെങ്കിൽ ഈക്വേഷൻ. അതല്ല, അതിനിടയ്ക്ക് ഡൈലക്ട്രിക് മീഡിയം ഉണ്ടെന്ന് വിചാരിക്കും, ഒരു ഇൻസുലേറ്റിംഗ് മീഡിയം ഉണ്ടെന്ന് വിചാരിക്കും, ഒരു ടേം കൂടെ വരും, കെ എന്ന് പറയുന്ന ഒരു ടേം കൂടെ അവിടെ മുകൾ ഭാഗത്ത് വരും. കെ എന്ന് പറയുന്നത് ഇവിടെ ഞാനിവിടെ എപ്സിലോൺ സീറോ കെ എന്ന് പറയുന്നത് പറഞ്ഞാൽ ഇവിടെ ഇ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയ ആണ്, ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു ഡെഫിനേഷനാണ്. ഇതിൻ്റെ ഡെറിവേഷൻ പലപ്പോഴും പല വർഷങ്ങളിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ പഠിച്ചു വയ്ക്കുക. സി ഈസ് ഈക്വൾ ടു എപ്സിലോൺ സീറോ എ ബൈ ഡി. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. എപ്സിലോൺ സീറോ ഇസ് എ കോൺസ്റ്റന്റ്, നമുക്കറിയാം. അപ്പോൾ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടു ഫാക്ടേഴ്സ്. ഒന്ന് ഏരിയ ഓഫ് ദ പ്ലേറ്റ്, രണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദമ്മാണ്. അപ്പോൾ കപ്പാസിറ്റൻസ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഏരിയ കൂടുതലുള്ള പ്ലേറ്റുകൾ ഉപയോഗിക്കണം. വേറൊരു മാർഗ്ഗം എന്താ, രണ്ട് പ്ലേറ്റുകൾ നമ്മുടെ ഡിസ്റ്റൻസ് ഏറ്റവും മിനിമം ആയിരിക്കണം. ഒരു മെറ്റൽ പ്ലേറ്റിന് മാക്സിമം എത്ര ഏരിയ കൂട്ടാൻ പറ്റും, എല്ലാത്തിനും ഒരു പരിധിയിലേ. അപ്പോൾ നമ്മൾ ഫാനിൻ്റെ ഉൾഭാഗത്ത് ഉപയോഗിക്കുന്ന ഒരു കപ്പാസിറ്റർ, അതിൻ്റെ ഉൾഭാഗത്ത് അതിൻ്റെ മെറ്റൽ പ്ലേറ്റിൻ്റെ എത്ര കണ്ട് വീതി കൂട്ടാൻ പറ്റും, എത്ര കണ്ട് ഏരിയ കൂട്ടാൻ പറ്റും, വളരെ കുറവല്ലേ. അതുകൊണ്ട് തന്നെ കപ്പാസിറ്റൻസ് വളരെ കുറവായിരിക്കും. ഇനി രണ്ട് മെറ്റൽ പ്ലേറ്റുകൾ തമ്മിലുള്ള ഇതവിടെ നോക്കൂ, ഈ ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസ് കുറച്ച് ഈ രണ്ടാമത്തെ പ്ലേറ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ സമീപത്തിൽ കൊണ്ടുവന്ന് വിചാരിക്കും. എന്ത് സംഭവിക്കുന്നത് അറിയാമോ, ഇവിടെ പോസിറ്റീവ് ചാർജും ഇവിടെ നെഗറ്റീവ് ചാർജാണ്. അവ തമ്മിൽ പരസ്പരം ന്യൂട്രലൈസ്ഡ് പോവും. ചാർജിന് സ്റ്റോർ ചെയ്യാനുള്ള ഡിവൈസാണ് കപ്പാസിറ്റർ. ചാർജിൽ ന്യൂട്രലൈസ്ഡ് ആയി പോയാൽ പിന്നെ അതിന് കപ്പാസിറ്റർ എന്ന് വിളിക്കുമോ, ഇല്ല, ഒരിക്കലും ഇല്ല. അതുകൊണ്ട് ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഒരു പരിധി വിട്ട് കുറയ്ക്കാനും പറ്റില്ല. ഇപ്പം എന്താ പ്രോബ്ലം, കപ്പാസിറ്റിക്ക് പരിധി ഉണ്ടെന്ന് അർത്ഥം. ഏരിയ കൂട്ടാനും പറ്റില്ല, ഡിസ്റ്റൻസ് കുറയ്ക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു കപ്പാസിറ്റൻസ് മിക്കവാറും മൈക്രോഫാരഡ് മുതൽ ചെറുതായിരിക്കും. മൈക്രോഫാരഡ്, നാനോഫാരഡ്, പൈക്കോഫാരഡ് തുടങ്ങിയ കപ്പാസിറ്റേഴ്സാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവാനുള്ള കാരണം ഇതുകൊണ്ടാണ് അല്ലേ. അടുത്ത പോയിന്റ്, ഈ രണ്ട് മെറ്റൽ പ്ലേറ്റ് എ ഇവിടെ താഴെ വരച്ചിട്ടുണ്ടതാ. ഇവിടെ ക്യൂ ചാർജ്, ഇവിടെ ഒരു പ്ലേറ്റ് എ, ഇതാണ് മെറ്റൽ പ്ലേറ്റ് എ, ഇത് മെറ്റൽ പ്ലേറ്റ് ബി. ഇതിനിടയ്ക്ക് ഞാനൊരു ഡൈലക്ട്രിക് സ്ലാബ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഡൈലക്ട്രിക് സ്ലാബ് അല്ല കൊടുത്തേക്കണേ, ഒരു ടി തിക്നെസ് ഉള്ള ഡൈലക്ട്രിക് സ്ലാബ് വെച്ചു. ഓക്കെ, അങ്ങനെയാകുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റൻസ് കാണാനുള്ള ഫോർമുല, ഇതൊരു വർഷം വളരെ അപൂർവമായിട്ട് ഈ ഭാഗത്ത് ചോദ്യങ്ങൾ ഉണ്ടാവുള്ളൂ. ആകെ ഒരു വർഷം ചോദ്യം കണ്ടിട്ടുള്ളൂ, പക്ഷേ ചോദിച്ചാലോ എന്ന് ഭയപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഭാഗം കൂടി ഈ സിലബസിൽ കയറ്റിയേക്കണേ. Therefore capacitance of a parallel plate capacitor with a dielectric slab, C is equal to A epsilon 0 D minus T plus T by K. അതിൽ ഡി എന്ന് പറയുന്നത് ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ടി എന്ന് പറയുന്നത് ഡൈലക്ട്രിക് സ്ലാബിൻ്റെ തിക്നെസ്, കെ എന്ന് പറയുന്നത് ഡൈലക്ട്രിക് സ്ലാബിൻ്റെ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ആണ് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അടുത്തത് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്. നോക്കൂ, 3 കപ്പാസിറ്റേഴ്സ് C1, C2, C3 എന്ന് പറയുന്നത് എൻഡ് ടു എൻഡ് അഥവാ സീരീസിൽ ഒരു ബാറ്ററിയുമായി ഘടിപ്പിച്ചിരിക്കുന്നു. V വോൾട്ട് പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഒരു ബാറ്ററിയുമായി ഘടിപ്പിച്ചിരിക്കുന്നു. ക്ലിയർ. ഇവിടെ നിന്ന് I ആംപിയർ കറണ്ട് ഇങ്ങനെ ഒഴുകുന്നു. I ആംപിയർ കറണ്ട് ഇങ്ങനെ ക്ലോക്ക് വൈസ് ദിശയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ V1, അതായത് പൊട്ടൻഷ്യൽ അക്രോസ് ദ ഫസ്റ്റ് കപ്പാസിറ്റർ ഈസ് ടേക്കൺ ആസ് V1. സിമിലർലി പൊട്ടൻഷ്യൽ അക്രോസ് സെക്കൻഡ് കപ്പാസിറ്റർ ഈസ് V2. പൊട്ടൻഷ്യൽ അക്രോസ് ദ തേർഡ് കപ്പാസിറ്റർ ഈസ് ഈക്വൽ ടു V3. അപ്പോൾ V എന്ന് പറയുന്ന ബാറ്ററി കൊടുക്കുന്ന പൊട്ടൻഷ്യൽ 3 തരംതിരിഞ്ഞു, V1, V2, V3. അഥവാ നമുക്ക് എങ്ങനെ എഴുതാം, V is equal to V1 plus V2 plus V3. ഈ 3 വോൾട്ടേജിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ സമ്മാണ് ബാറ്ററി പ്രദാനം ചെയ്യുന്ന പൊട്ടൻഷ്യൽ. ക്ലിയർ. പക്ഷേ നേരത്തെ പറഞ്ഞ ഫോർമുല മറന്ന പോയിന്റ് ആവില്ല എന്ന് വിചാരിക്കുന്നു.
ഇതാണ് ഫോർമുല. ഈ ഫോർമുലയിൽ നിന്ന് നോക്കൂ, സി ഈസ് ഈക്വൾ ടു ഇവിടെ ക്യൂ ഈസ് ഈക്വൾ ടു സി വി ആണ്. അപ്പോൾ വി കണ്ടുപിടിച്ച് ക്യൂ ബൈ സി അല്ലേ. ഇതാ നമുക്ക് മടങ്ങി പോവാം. ഇതാ ഇവിടെ വി വൺ ഈസ് ഈക്വൾ ടു ക്യൂ ബൈ സി വൺ. സിമിലർലി വി ടു ഈസ് ഈക്വൾ ടു ക്യൂ ബൈ സി ടു. വി ത്രീ ഈസ് ഈക്വൾ ടു ക്യൂ ബൈ സി ത്രീ. ഓക്കെ, ഈ ഭാഗം അവിടെ നിൽക്കട്ടെ, ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഇതിന് ക്യൂ ചാർജും ഇതിന് ക്യൂ ചാർജും ഇതിന് ക്യൂ ചാർജാണോ? ഇതിന് ക്രോസ് ആയിട്ടുള്ള ചാർജും ഇതിന് കിട്ടുന്ന ചാർജും ഇതിന് കിട്ടുന്ന ചാർജും സെയിം ആണോ? സെയിം ആണ്. എന്തുകൊണ്ടെന്നാൽ സീരീസിലാണ് നമ്മൾ ഈ കപ്പാസിറ്ററിനെ പിടിപ്പിച്ചിരിക്കുന്നത്. സീരീസിൽ പിടിപ്പിക്കുമ്പോൾ ഈ വഴിക്ക് ഫ്ലോ ചെയ്യുന്നത് ചാർജ് ആണെങ്കിൽ എല്ലാത്തിനും കിട്ടുന്നത് സെയിം ചാർജ് ആയിരിക്കും. വേറെ ഇതിൽ പറയാം, ഇവിടെ നിന്ന് വരുന്നത് 10 ചാർജാണ് വിചാരിക്കൂ. ഈ പ്ലേറ്റിൻ്റെ ഒന്നാമത്തെ കപ്പാസിറ്ററിൻ്റെ ഒന്നാമത്തെ പ്ലേറ്റുമേ 10 പോസിറ്റീവ് ചാർജ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കപ്പാസിറ്ററിൻ്റെ രണ്ടാമത്തെ പ്ലേറ്റുമേ 10 നെഗറ്റീവ് ചാർജ്. ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇവിടെ ഫർദർ സൈഡിൽ 10 പോസിറ്റീവ് ചാർജ്. ആ 10 പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ 10 പോസിറ്റീവ് ചാർജ്. ഈ രണ്ടാമത്തെ കപ്പാസിറ്ററിൻ്റെ രണ്ടാമത്തെ പ്ലേറ്റിൻ്റെ നിയറർ സൈഡിൽ, അതായത് ഈ ഭാഗത്ത് 10 നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഈ ഭാഗത്തോ 10 പോസിറ്റീവ് ചാർജ്. അങ്ങനെ ഇവിടെ 10 പോസിറ്റീവ് ചാർജ്, ഈ ഭാഗത്ത് 10 നെഗറ്റീവ് ചാർജ്, ഇതിൻ്റെ ഫർദർ സൈഡിൽ ഈ ഭാഗത്ത് 10 പോസിറ്റീവ് ചാർജ്. അപ്പോൾ എല്ലാത്തിനും 10 10 10 അല്ലേ. അതാണ് എല്ലാത്തിനും ക്യൂ കൊടുക്കാനുള്ള കാരണമായി. ഓക്കെ, നോക്കൂ. അങ്ങനെയാണെങ്കിൽ വി എന്ന് പറയുന്ന ഈ ഫോർമുല വി ഈസ് ഈക്വൽ ടു വി വണ്ണിന് പകരം ക്യൂ ബൈ സി വൺ കൊടുത്തു, വി ടുവിന് പകരം ക്യൂ ബൈ സി ടു കൊടുത്തു, വി ത്രീക്ക് പകരം ക്യൂ ബൈ സി ത്രീ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇടത് ഭാഗത്ത് വി ഉണ്ട്. വിക്ക് പറഞ്ഞാൽ എന്ത് ചെയ്തു? വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി കൊടുത്തു. വി എന്ന് പറയുന്നത് ബാറ്ററിയുടെ പൊട്ടൻഷ്യലാണ്. ക്യൂ എന്ന് പറയുന്നത് ബാറ്ററിയിൽ നിന്ന് കൊടുക്കുന്ന ടോട്ടൽ ചാർജാണ്. സി എന്ന് പറയുന്നത് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ്. അപ്പോൾ ഞാൻ അവിടെ സിക്ക് പകരം ഞാനിവിടെ ഈക്വലൻ്റ് കപ്പാസിറ്റൻസ് അഥവാ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന അർത്ഥത്തിൽ സി ഇ ക്യൂ എന്ന് കൊടുത്തു. ദാ വേർ സി ഇ ക്യൂ ഈസ് ദ ഈക്വലൻ്റ് കപ്പാസിറ്റൻസ്. ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇവിടെ സിക്ക് പകരം ഒരു വ്യത്യാസം ചെയ്തിട്ടില്ല. ഇവിടെ ഈക്വലൻ്റ് ആണ് കപ്പാസിറ്റൻസ് എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാനിത് കൊടുത്തേക്കണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോർമുല ഇങ്ങനെയായി മാറി. അതിലെല്ലാത്തിലും ക്യൂ കോമൺ ടേം ആയതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ എൽ എച്ച് എസിലെ ക്യൂവും ആർ എച്ച് എസിലെ ക്യൂവും ക്യാൻസൽ ആയിപ്പോയി. ദെർഫോർ 1/CEQ ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3. അപ്പോൾ നോക്കൂ, ദാറ്റ് ഈസ് റെസിപ്രോക്കൽ ഓഫ് ദി ഇഫക്റ്റീവ് ഓർ ഈക്വലൻ്റ് കപ്പാസിറ്റൻസ്. അതായത് 1/CQ ഈസ് ഈക്വൽ ടു സം ഓഫ് ദ പ്ലസ് സം ഓഫ് എന്തൊക്കെയാണ് റെസിപ്രോക്കൽസ് ഓഫ് ദ ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസ്. ഏതൊക്കെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസ്? 1/C1. അതിൻ്റെ റെസിപ്രോക്കൽ പറയൂ 1/C1. ഇതിൻ്റെ പറയൂ 1/C2. ഇതിൻ്റെ പറയൂ 1/C3. അതിൻ്റെ സമ്മ് പറഞ്ഞാൽ 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3. ഇതാണ് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസിൻ്റെ ഇക്വേഷൻ. നമ്മൾ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ഫോർമുല ഓർമ്മയുണ്ടോ? ഞാൻ ഒന്ന് ഓർത്ത് പറയാം. R ഈസ് ഈക്വൽ ടു അഥവാ R ഈക്വലൻ്റ് ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 ആണ് സീരീസ് റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ. പക്ഷേ കപ്പാസിറ്റർ സീരീസിലാണെങ്കിൽ റെസിപ്രോക്കൽസ് ആണെന്ന് ഓർക്കുക. കേട്ടല്ലോ അല്ലേ? ശരി, അടുത്തത് കപ്പാസിറ്റേഴ്സ് ഇൻ പാരലാണ്. 3 കപ്പാസിറ്റേഴ്സ് പാരലായി പിടിപ്പിച്ചിരിക്കുന്നു. ഒരു കപ്പാസിറ്റർ C1, അടുത്ത C2, മൂന്നാമത്തെ C3. ഇത് പൊട്ടൻഷ്യലി സെയിം ബാറ്ററി, പൊട്ടൻഷ്യലി V ഉള്ള ഒരു ബാറ്ററി വെക്ക് ഘടിപ്പിക്കുന്നു. I എന്ന് പറയുന്ന കറണ്ടാണ് ഒഴുകണേ. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഒരു ബ്രാഞ്ച് കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തു, ബാക്കിയുള്ള കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്തു. അതിൻ്റെ ഒരു ഭാഗം I2 ആയിട്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്തു, ബാക്കിയുള്ള കറണ്ട് I3 ആയിട്ട് മൂന്നാമത്തെ കപ്പാസിറ്റർ ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ പ്രത്യേകതയുണ്ട്, സീരീസിലല്ല, ഇത് പാരലാണ്. അതുകൊണ്ട് തന്നെ ഈ ബാറ്ററി കൊടുക്കുന്ന ക്യൂ എന്ന് പറയുന്ന ചാർജ് ഇവിടുന്ന് 10 ചാർജ് വരുന്നുണ്ടെങ്കിൽ ഇതിന് 10 ചാർജ് കിട്ടില്ല. ഇതിന് 2 ചാർജേ കിട്ടുള്ളൂ. ഇതിന് കിട്ടുന്നത് 3 ചാർജാണ് വിചാരിക്കുക. അപ്പോൾ 2 + 3 ഇതിന് കഴിഞ്ഞു. ബാക്കിയുള്ള 10ൽ 5 ചാർജ് ഇവിടെ കിട്ടും. അതുകൊണ്ട് എഴുതിയേക്കുന്ന കാരണം ടോട്ടൽ ചാർജ് ക്യൂ ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3. ഓക്കെ, Q1ന് പകരം നമ്മുടെ ഫോർമുല പ്രകാരം C1V കൊടുത്തു, Q2ന് പകരം C2V കൊടുത്തു, Q3ന് പകരം C3V കൊടുത്തു. ഇവിടുത്തെ LHSന് ക്യൂവിന് പകരം CEQ ഈക്വലൻ്റ് കപ്പാസിറ്റൻസ് നടത്തില്ല കേട്ടോ, CEQV എന്ന് കൊടുത്തു. എല്ലാത്തിലും V കോമൺ ടേം ആയതുകൊണ്ട് ശ്രദ്ധിക്കുക, ഈ ബാറ്ററി കൊടുക്കുന്ന പൊട്ടൻഷ്യൽ 3 കപ്പാസിറ്ററിനും കോമൺ ആയതുകൊണ്ട് V കോമൺ ആണ്. നേരത്തെ സീരീസ് പറഞ്ഞപ്പോൾ നമ്മൾ എന്തായിരുന്നു കോമൺ ആയിരുന്നത്? ചാർജ് ആയിരുന്നു കോമൺ ആയിരുന്നത്, പൊട്ടൻഷ്യൽ വ്യത്യാസമായിരുന്നു. ഇവിടെ ചാർജ് വ്യത്യാസം, പൊട്ടൻഷ്യൽ സെയിം ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എല്ലാത്തിനും കോമൺ ടേം ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ ക്യാൻസൽ ആയിപ്പോയി. CEQ ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3. സോ ദ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസസ്. നാലാമതൊരു കപ്പാസിറ്റൻസ് വിചാരിക്കൂ, ഫോർമുല പറയും CEQ ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് C4. ഇതാണ് ഇക്വേഷൻ. താങ്ക് യു.